എടുക്കുകയാണെങ്കിൽ ഇപ്പം ലങ് ക്യാൻസറിന് കാരണമാകും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പല മ്യൂട്ടേഷൻസും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് വർഷങ്ങളോളം വിശ്വസിക്കത്തില്ല. തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഡെൻറ്റിസ്റ്റ്, പുള്ളിക്ക് ഇപ്പോൾ ഒരു 10 വർഷത്തിൽ കൂടുതലായി. ഇപ്പോൾ ഡയഗ്നോസ് ചെയ്തപ്പോൾ ബ്രെയിനിൽ ഒരു മുഴയായിട്ടാണ് കണ്ടുപിടിച്ചത്. ബ്രെയിനിലെ ട്യൂമറാണെന്ന് വിചാരിച്ച് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിന് അത് ലങ്സിൽ നിന്ന് ബ്രെയിനിലോട്ട് സ്പ്രെഡ് ആയതായിട്ടുള്ള ഒരു ക്യാൻസറായിരുന്നു. പിന്നീട് നോക്കിയപ്പോഴാണ് ലങ്സിൽ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ലങ് ക്യാൻസർ ബ്രെയിനിലോട്ട് വന്നു കഴിഞ്ഞാൽ 4 ആഴ്ച അല്ല 1 മാസമാണ് രോഗി ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹി വാസ് ലക്കി ഇനഫ് ടു ഹാവ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഏൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂട്ടേഷൻ ആ പുള്ളിയിൽ കണ്ടുപിടിക്കാൻ സാധിച്ചതുകൊണ്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്ന് കൊടുക്കാൻ സാധിച്ചു. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു, ഈ സ്റ്റിൽ അല്ലായി, പുള്ളി നോർമലായിട്ട് പോകുന്നുണ്ട്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലെ ഒരു ഗുളിക രാവിലെ കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, എല്ലാ റൊട്ടീനിലെ ആക്ടിവിറ്റീസും നടക്കുന്നു. അപ്പോൾ ആ രീതിയിൽ വരെ നമുക്ക് ഇന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചെന്തുകൊണ്ട് സയൻസിൻ്റെ ടെക്നോളജിയുടെയും ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട്. ക്യാൻസറിന് കാരണമായിട്ടുള്ള ജനിതകമായിട്ടുള്ള മാറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. ഭാഗ്യത്തിന് അതിനുള്ള മരുന്നുണ്ട്. എക്സ്പെൻസീവ് ആയിരുന്നു, ഇപ്പോൾ അതിനൊക്കെ കോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ആ മരുന്ന് അവൈലബിൾ ആയതുകൊണ്ട് അതിപ്പോൾ എടുത്തതുകൊണ്ട് 10 വർഷത്തിൽ കൂടുതലായിട്ട് അങ്ങനെ പോയിട്ടുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, ഒത്തിരി പേരുണ്ട്.